മാത്സിലെ ടാൻജൻസ് എന്ന് പറയുന്ന പാഠത്തിലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാൻജൻസും സർക്കിൾസ് ആൻഡ് ആംഗിൾസും കണക്ട് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഈ നിങ്ങൾ ടാൻജൻറ്റ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ സർക്കിൾസ് ആൻഡ് ആംഗിൾസും എന്തായാലും പഠിച്ചിരിക്കുക. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യന് ചിലപ്പം രണ്ടും മിക്സ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അത് മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഈ രണ്ട് ചാപ്റ്ററിൻ്റെയും കൺസെപ്റ്റും കൺസ്ട്രക്ഷൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോസ് ഞാൻ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ ടാൻജൻസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതിൽ സർക്കിൾസിൻ്റെ കൺസെപ്റ്റും വരുന്നുണ്ട്. നോക്കാം. ഇൻ ദ ഫിഗർ ഒ ഈസ് ദ സെൻറ്റർ ആൻഡ് പി എ ആൻഡ് പി ബി ആർ ടാൻജൻസ്. ഈ ഫിഗറിൽ ഒ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ്. അതുപോലെ പി എ പി ബി എന്ന് പറയുന്നത് സർക്കിളിലേക്ക് ഒരു പി എന്ന് പറയുന്ന പോയിന്റ് എന്ന് വരച്ചിട്ടുള്ള രണ്ട് ടാൻജൻറ്റുകളാണ്. നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. ആംഗിൾ ഡി എന്ന് പറയുന്നത് 100 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഫിഗറിലുള്ള എല്ലാ ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഫിഗർ എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ആണ്. അപ്പോൾ ഈ ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് 100 ഡിഗ്രി. ഏത് ആംഗിൾ സി ആണ് കണ്ടുപിടിക്കുന്നത്. 180 മൈനസ് 100 ഡിഗ്രി അഥവാ 80 ഡിഗ്രി. അപ്പോൾ ഇത് 80 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഒരു കോഡ് സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതി ആയിരിക്കും അതേ കോഡ് സർക്കിളിൻ്റെ മേജർ ആർക്കിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇതിൻ്റെ ഇരട്ടി. അപ്പം ആംഗിൾ ഒ എന്ന് മാത്രം ഞാൻ എഴുതുന്നുണ്ട്. ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഇൻറ്റു 2. അപ്പോൾ 80 ഡിഗ്രി ഇൻറ്റു 2 അത്രയാണ് 160. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ 160 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ആംഗിളും കൂടിയാണുള്ളത് ഈ ഫിഗറിൽ. അതും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ടാൻജൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അഥവാ ഇത് രണ്ടും റേഡിയസുകളാണ് അല്ലേ? ഒ എയും ഒ ബിയും റേഡിയസുകളാണ്. അതിനിടയിലുള്ള ആ ആംഗിളും അതുപോലെ ആ പോയിൻറ്റ്സിലേക്ക് വരയ്ക്കുന്ന ടാൻജൻസിനിടയിലുള്ള ആംഗിൾ ഈ ആംഗിൾ ഇതും ആഡ് ചെയ്താൽ 180 ആണ് കിട്ടുക. നേരത്തെ പറഞ്ഞത് ഒരു സർക്കിളിൻ്റെ ഉള്ളിലുള്ള കേസാണ്. ഇത് ടാൻജൻസും സർക്കിളിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ബന്ധമാണ്. ഇത് രണ്ട് ആഡ് ചെയ്താൽ 180 ആണ്. ഇത് രണ്ട് ആഡ് ചെയ്താലും 180 ആണ്. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതായത് ആംഗിൾ പി ഇസ് ഈക്വൽ ടു 180യിൽ നിന്ന് ആംഗിൾ ഒ മൈനസ് ചെയ്താൽ മതി. അതായത് 180 മൈനസ് 160 എത്ര വരാം? 20 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. ഇത് 20 ഡിഗ്രിയാണ്. ആംഗിൾ പി എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റൻ ആൻസർ ചെയ്യാം. ഫസ്റ്റ് ആംഗിൾ എ ഒ ബി ആണ് ചോദിക്കുന്നത്. എ ഒ ബി അത് എത്രയാണ്? 160 ഡിഗ്രി. രണ്ടാമത്തെ ആംഗിൾ എ സി ബി അത് എത്രയാണ്? 80 ഡിഗ്രി. മൂന്നാമത്തെ ആംഗിൾ എ പി ബി 20 ഡിഗ്രി. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ 3 ക്വസ്റ്റൻ ആൻസർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.